എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മലബാർ സ്പെഷ്യൽ പലഹാരമാണ്. നോമ്പ് തുറക്കൊക്കെ നമുക്ക് നല്ല കിഡിലും ടേസ്റ്റുള്ള ഒരു ഫില്ലിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റിയ കൽമാസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കൽമാസിൻ്റെ റെസിപ്പിയെ ഇതിനു മുമ്പ് ഞാൻ ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടാണ്. ചെമ്മീൻ വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്ര ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 350 ഗ്രാം അളവിൽ ചെമ്മീൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 350 ഗ്രാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ ഒരു രണ്ട് സൈഡിലും കറുത്തൊരു നൂല് പോലെ ഉണ്ടാവും. അതെടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത ഈ ഒരു ചെമ്മീനിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിലും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മസാലയൊക്കെ തേച്ച് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡ് നല്ലപോലെ തന്നെ മുരിഞ്ഞ് ചെമ്മീൻ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ്. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇത് ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫില്ലിങ്ങിന് ചെറിയതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിൽ നിന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിന് സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനാണെങ്കിലും ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു ചെമ്മീന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകാതെ ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു തേങ്ങ ഇല്ലേ, ഈ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 3-4 ഡ്രോപ്പ് മാത്രം നാരങ്ങാനീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ഒരു 3-4 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ എരിവൊക്കെ കറക്റ്റാണ്, കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 8-9 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു 1/2 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് കറക്കി എടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു തേങ്ങയുടെ കൂട്ടും കൂടി നമുക്ക് ഈ ഒരു വറുത്ത അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവിയുടെ വെല്ലം പിടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാവ് ഞാനൊന്ന് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വാട്ടി കുഴച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് കയ്യിൽ കുറച്ച് നന്നായിട്ട് ഓയിലൊന്ന് ആക്കുക. ഓയിലാക്കിയിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല മയത്തിൽ വേണം ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ കുഴച്ചെടുത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇത് കണ്ടില്ലേ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് വാട്ടി കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ആദ്യം ആക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ ഒരു മാവിൽ നിന്ന് ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഒരെണ്ണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മാവ് നമ്മൾ അടച്ച് തന്നെ വെച്ച് കൊടുക്കണേ. അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഉണങ്ങി അങ്ങ് പോവും. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടി അങ്ങ് കൂടിപ്പോകണ്ട കേട്ടോ. ഒരുപാട് കട്ടി അങ്ങ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് അത്രയൊരു രസം ഉണ്ടാവില്ല. നൈസായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ ഉരുളയായിട്ടും ഉരുട്ടിയെടുക്കേണ്ട. ചെറിയതായിട്ടും അതുപോലെ തന്നെ നൈസായിട്ടൊക്കെ ഉരുട്ടിയെടുക്കുന്നതാണ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂണോളം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒട്ടിച്ചിട്ട്. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയൊന്ന് എടുത്താൽ മതി. നമ്മൾ മാവ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് വാട്ടി കുഴയ്ക്കുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് നിറച്ച് ഉരുട്ടിയൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ മുകൾ ഭാഗം. ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവ്. ഇതിപ്പോൾ കണ്ടില്ല, എല്ലാത്തിലും തന്നെ ഞാൻ ആ ഒരു ഫില്ലിങ് നിറച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഇഡ്ഡലി പാത്രം എടുത്താലും മതി. ഈ ഒരു സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അതൊന്ന് ചൂടായിട്ട് എടുക്കാണ്. ഇനി നമുക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ആവി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളൊന്ന് വെച്ച് കൊടുത്തേക്കുക. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 25 to 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും. എനിക്കിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ചൂടിന് ചെറുതായിട്ട് ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഒരു കൽമാസിൻ്റെ ഒരു പരുവത്തിൽ കഴിക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി തന്നെ വന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പം നല്ലൊരു കളർ ഉണ്ടാവും, പക്ഷെ അധികമൊന്നും എരിവുണ്ടാവില്ല. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, കാരണം ഒരു പലഹാരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഇതിൽ കൂടി പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതൊരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. ചെറിയൊരു തിക്നെസ് വേണം കേട്ടോ. ആ ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ച് മാത്രം ഓയിൽ മതി. നമുക്കിത് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഓരോ പലഹാരം ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഈ ഒരു മുളകിൻ്റെ ഒരു ബാറ്ററിലും ഒക്കെ ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി.
അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീ ഒരിക്കലും നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത്, കാരണം മുളകിൻ്റെ ഒരു മിക്സാണ്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫില്ലിങ് തന്നെയാണ് ചെമ്മീൻ വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.